ഒരു യൂറിഫ്ലഷ് ലിക്വിഡ് എന്ന നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ മഹത്വം കൊണ്ട് ഈ ഒരു MI ലൈഫ് സ്റ്റൈലിനെ ഫുൾ ടൈം കരിയർ ആക്കി ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സുരേന്ദ്രൻ സാർ, അദ്ദേഹത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. വെൽക്കം സുരേന്ദ്രൻ സാർ. താങ്ക് യു ചതക്കത്തുള്ള സാർ. ഏതായാലും എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്, ചേളന്നൂർ സ്വദേശിയാണ്. പിന്നെ ചതക്കത്തുള്ള സാറ് പറഞ്ഞതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു അവസരം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിത്വമാണ്. പക്ഷെ അതിനിടയിൽ പല കാര്യങ്ങളും, അതായത് എന്നെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ ബിജു സാറ്, അതുപോലെ തന്നെ ബെന്നി സാറ്, ഈ രണ്ട് വ്യക്തിത്വങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ ബിസിനസ് അവസരത്തിൽ എന്നെ വീണ്ടും ഈ ബിസിനസ് അവസരത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ STC ലീഡർ രാജേഷ് സാറാണ്. ഏതായാലും എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ള പരിചയമുള്ള ആളാണ്, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നു. പലർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും വലിയ അറിവുകളൊന്നും തരാൻ ഈ പ്ലാറ്റ്ഫോമിൽ ആവശ്യമില്ല. കാരണം വലിയ മഹത്വങ്ങൾ വന്ന് രാവിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു മോർണിംഗ് മീറ്റ് ആണ്. അതുകൊണ്ട് അവരിലൊക്കെ കിട്ടുന്നതിൽ ആ രീതിയിലേക്കുള്ളതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ ഒരു ലൈഫിന്റെ ഈ ബിസിനസ് അവസരത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് വളരെ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുകയും ശക്തമായ രീതിയിൽ, അതായത് ഇൻഡസ്ട്രി വെറുക്കപ്പെട്ട സമയത്ത് നെഞ്ചോട് ഏറ്റെടുത്ത് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളിലും പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് വളരെ ശക്തമായി ചെയ്ത് നല്ലൊരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു നിരോധനം വന്നിരുന്നത്. ആ നിരോധനത്തോടു കൂടി തന്നെ ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. അതിനുശേഷം ഒരു കാര്യം ഉറപ്പിച്ച്, ഇനി ഈ ഒരു രീതിയിലേക്കുള്ള ബിസിനസ് തുടങ്ങാൻ എന്തായാലും നമ്മൾ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ അവിടുന്ന് ആ സമയത്താണ് നിലവിൽ ഞാൻ ഡയറക്ട് സെല്ലിംഗിൽ വരുന്നതിന് മുമ്പ് ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു കോഴിക്കോട്. നമ്മുടെ പ്രിയങ്കരനായ ITC ലീഡർ വിജീഷ് സാറെ, NTC ലീഡർ വിജീഷ് സാറെ നേതൃത്വത്തിലുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് മേഖലയിൽ വളരെ ശക്തമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ബ്രാഞ്ചിൽ ഒന്നാം സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അവസരം കേൾക്കുന്നത്. കേട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ട് രക്ഷപ്പെടാനും നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനുമുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളതിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഫുൾ ടൈം കരിയർ ആയിട്ട് അന്ന് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ എന്തോ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ ഭാഗ്യവശാലോ എന്തായാലും അതിനകത്തുനിന്ന് ആ നിരോധനം ഏർപ്പെട്ടതോടുകൂടി ഇനി ഈ ഒരു കൺസെപ്റ്റ് വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാറി നിന്ന് അതിനുശേഷം ഒരു ഇമ്പോർട്ടന്റ് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും നിയമതടസ്സങ്ങൾ മാറി ഈ ഒരു അവസരത്തിന്റെ പുതിയൊരു ചുവടുവെപ്പോടുകൂടി ഈ ബിസിനസ് അവസരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. ആ വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, വ്യക്തിബന്ധങ്ങൾ. ബെന്നി സാറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അപാരമാണ്. ബിസിനസ് അവസരം നിന്ന് പോയിട്ടുണ്ടെങ്കിലും ബന്ധങ്ങൾക്ക് യാതൊരുവിധ ഉറച്ചിലും തട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഈ മേഖലയിൽ പൊതു നിയമങ്ങളൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ബിജു സാറോടും ബാക്കിയുള്ള മറ്റ് ലീഡേഴ്സിനോട് പറഞ്ഞതുപോലെ തന്നെ എന്റെ അടുത്തും പറയുകയും എന്റെ ഒരു ഐഡിയ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ വീട്ടിൽ തന്നെ വളരെ ഈ ഒരു നെഗറ്റീവ് അന്തരീക്ഷമാണുള്ളത്. മേഖലയിൽ നിന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ വളരെ മോശം രീതിയിലേക്കായി മാറിപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിനോ അതൊരു പിന്തുണ അന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് ആ സമയത്ത് ഈ ബിജു സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സൈറ്റിന്റെ പ്രാധാന്യം, ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാലുള്ള നഷ്ടങ്ങളും അതുപോലെ തന്നെ നേരത്തെ എത്താനുള്ള ഗുണങ്ങളും പറയാറുണ്ടല്ലോ. അതേപോലെ ഒരു തരത്തില് എനിക്ക് ആ ഒരു ഗുണം കിട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം ബെന്നി സാറ് എല്ലാവരും ഐഡിയ അടിച്ച സമയത്തും എന്റെ ഐഡിയ അടിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ അവസരം ഇതിനകത്തേക്ക് ഫുൾ ടൈം ഇറങ്ങാൻ ഒന്നിനും പറ്റിയില്ല. കാരണം നിലവിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു വെച്ചാൽ എന്റെ സ്വന്തം സ്ഥാപനം പോലെ നടത്താനുള്ള ആ ഒരു ചിന്താഗതി മാത്രമായിരുന്നു അന്നുള്ളത്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് എന്റെ ഐഡി വളരെ വലിയ രീതിയിലേക്ക് ഡെവലപ്പ് ആയി പോയി. ഇന്നിപ്പോ ആ ഐഡിയുടെ താഴത്ത് ഏകദേശം ഒരു 10-20ഓളം സീലിംഗ് അച്ചീവേഴ്സ് ഉള്ള ഒരു സൈറ്റായി മാറി. പക്ഷെ എന്തോ ആ സമയത്ത് ബിസിനസ് തുടങ്ങാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇതിനകത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കൊറോണ വന്ന സമയത്താണ് തിരിച്ചറിവുകളുടെ ഒരു സമയമായി മാറുന്നത്. കാരണം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ആ സ്ഥാപനത്തില് എല്ലാ
ഏരിയയിലും ബിസിനസ് തളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഹോൾസെയിൽ കടയായതിന്റെ പേരിൽ തന്നെ വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് കഴിഞ്ഞത്. എല്ലാവരും കച്ചവടം കുറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സംഗതിയിൽ കച്ചവടം കൂട്ടി മാറ്റാം. കാരണം 75-80 ലക്ഷം ഉള്ളത് 1 കോടി വരെ ടേൺ ഓവർ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള കമ്പനികൾ ചെയ്യുമ്പോൾ തന്നെ സാലറിയുടെ കാര്യത്തിൽ അവർ കുറയ്ക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം വന്നവരാണ് നമുക്ക് ഈ നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. ഓരോരോ കമ്പനിയിലും ഒരു റിസപ്ഷൻ വരുന്ന സമയത്ത് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുക, അതിനനുസരിച്ച് നമ്മൾ നിർണ്ണയം മതിയാവും എന്നുള്ളത് വന്നത്. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ എന്തായാലും ആ രീതിയിലേക്ക് ആ ഒരു ബിസിനസ്സിൽ തുടരാൻ അല്ലെങ്കിൽ ആ ജോലിയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനൊരു ആനുപാതികമായിട്ട് ഇതിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് പല സമയത്ത് എനിക്ക് ഇതിനകത്ത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. കാരണം ഒരുവിധം എല്ലാ ഉൽപ്പന്നങ്ങളും എന്റെ വീട്ടിലേക്ക് ഉപകാരപ്രദമായി മാറി അതിന്റെ റിസൾട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു കാലതാമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ജോലിന്റെ മുകളിലുള്ള ആ ഒരു അള്ളിപ്പിടുത്തം എന്നൊക്കെ പറയല്ലോ, നമുക്ക് പണ്ട് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടും തരാറാകരുത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ നിന്നുപോയത്. പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ട് ആയിരിക്കാം നിലവിൽ ഒരു സ്റ്റോണിന്റെ കംപ്ലൈന്റ് രൂപത്തിൽ തന്നെ ഈ അവസരത്തിലേക്ക് വീണ്ടും എത്തിക്കാൻ കാരണം. കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ രീതിയിൽ ഐഡി നല്ല ഡെവലപ്പ് ആയിപ്പോ ഇപ്പൊ ഏകദേശം അതൊരു 36 കോടിയോളമുള്ള ഒരു സൈറ്റ് ആയിരുന്നു. ഞാനത് ഒഴിവാക്കിയിട്ടാണ് പുതിയ 2ാം ഘട്ടത്തിൽ വീണ്ടും ഈ രാജേഷ് സാറെ കീഴിൽ ഐഡിയ എടുത്തിട്ട് ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഇതിനകത്ത് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ കാരണം ഒന്ന് ആ കൊറോണയും, രണ്ടാമത്തത് എന്റെ സ്റ്റോണിന്റെ കംപ്ലൈന്റ്. സ്റ്റോണിന്റെ കംപ്ലൈന്റ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ള അസുഖങ്ങളെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എഴുന്നേറ്റ് നിൽക്കാനോ നൂരാനോ ഒന്നും പറ്റാത്ത വളരെ അസഹനീയമായ വേദനയായ നമുക്ക് ഇവരെ മൈത്രേയ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് നോക്കിയ സമയത്താണ് ഏകദേശം 12 mm ഉള്ള 3 കല്ലുണ്ട്. അപ്പോ അത് മാത്രമല്ല സ്കാൻ ചെയ്തതിന് ശേഷം അവർ പറയുന്നത് വെച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യും. ഇതിന് വേറെ രീതിയിലേക്ക് മാറാനുള്ള മരുന്നുകളൊന്നും തരാതെ 3 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് ഉള്ളിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതിലേക്ക് പേടിപ്പിക്കുക ചെയ്തു. ആ സമയത്ത് ശരിക്ക് ആ വലിയ രീതിയിലേക്കുള്ള ഒരു 85,000 രൂപ എടുക്കാനില്ലാത്തതിന്റെ പേരിലും പിന്നെ ഈ രീതിയിൽ ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലും നാം സംശയിച്ചു നിന്ന് നമ്മളെ കമ്പനിയുടെ യൂറിഫ്രഷ് ലിക്വിഡ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഏകദേശം ഒരു 10-20 ദിവസം ഉപയോഗിച്ചിട്ടും യാതൊരുവിധ മാറ്റമില്ല. പക്ഷെ അതിനുശേഷം ഒരു 23-24 ദിവസം ആകുന്ന സമയത്താണ് പിന്നെ ഇത് പുറന്താടാൻ തുടങ്ങി. നമ്മൾ സാധാരണ രീതിയിൽ നമുക്കറിയാം പായസം ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞതാണ് അതേ രീതിയിലേക്ക് പുറത്ത് ചാടി ക്ലിയർ ആയിപ്പോയി. ഏകദേശം 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ പ്രശ്നമില്ലാത്ത കംപ്ലീറ്റ് ക്ലിയർ ആയി കിട്ടും. അങ്ങനെ ആ മാറ്റം ഉണ്ടായ സമയത്ത് എന്നെ സംബന്ധിച്ച് ഇതിന്റെ മുമ്പ് ഞാൻ യൂറിഫ്രഷ് പലർക്കും കൊടുത്തിട്ടും റിസൾട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നിലേക്ക് ഈ ഒരു അനുഭവം വന്ന സമയത്ത് ഞാൻ തീരുമാനം എടുത്ത് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ട് അത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മള് ഓരോരോ മനുഷ്യരെ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറെ കർത്തവ്യങ്ങളുണ്ടെന്നും അപ്പം വെറും ജോലി ചെയ്യുക പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ എന്നുള്ളത് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ ഈ ലെവലിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാഗ്യം കൊണ്ട് എന്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഫുട്പ്രസിന് പറ്റിയ സമയത്ത് ആ കാരണം പറഞ്ഞുകൊണ്ട് എന്റെ ജോലിയിൽ നിന്ന് ഞാൻ ഒഴിവായി ഈ ബിസിനസ് അവസരത്തിൽ ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഫുൾ ടൈം കരിയർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആ രീതിയിലേക്ക് എന്റെ വർക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വന്ന് പിന്നെ ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാനുള്ള തുടക്കം നടത്തുന്നതിനോ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിലവില് പണ്ട് ഈ മേഖലയിൽ ചെയ്ത സമയത്ത് യാതൊരുവിധ പ്രോഡക്റ്റും ഇല്ലാതെ കൺസെപ്റ്റ് മാത്രം വിറ്റ് വലിയ രീതിയിലേക്ക് മുന്നേറിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എത്തുന്ന സമയത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് മൊത്തം. ഒരു മനുഷ്യന് വേണ്ട എല്ലാ രീതിയിലേക്കുള്ള സാധനങ്ങളും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സണൽ കെയർ ആയാലും ഹോം കെയർ ആയാലും ഹെൽത്ത് കെയർ ആയാലും എല്ലാ കാറ്റഗറിയിലുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു ഫാമിലിയിലാണ്, 9 അംഗ കുടുംബമാണ്. അപ്പൊ അവരൊക്കെ തന്നെ എല്ലാവരും കല്യാണം കഴിച്ചും പിന്നെ ഫാമിലി ആയിട്ട് മാറി താമസിക്കുകയാണ്. അപ്പൊ മൊത്തത്തില് ശരിക്കും ഈ അവസരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രതീക്ഷ ഇതിനകത്ത് നമ്മളെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ എല്ലാവരും വാങ്ങുന്നതിനനുസരിച്ചാണ് നമ്മൾ ബിസിനസ് വോളിയം കിട്ടുക എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഫാമിലി മാത്രം മതി ഇത് ബിസിനസ് ചെയ്യാൻ. കാരണം ഇതിന് ആൾക്കാരാണല്ലോ വേണ്ടത്. ഏകദേശം ഒരു 27 ഫാമിലി ഉണ്ട്.
എനിക്ക് മാത്രമായിട്ട് ഞങ്ങളെ പിന്നെ മക്കളും ഒക്കെ ആയിട്ട്. അപ്പൊ ഈ ഒരു കുടുംബത്തിലേക്ക് മാത്രം സാധനം വാങ്ങാണ് എന്റെ കാൽക്കുലേഷൻ അങ്ങനെയാണ്. ഇവര് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ച് ഒരു 4000 രൂപേന്റെ സാധനം, നിത്യോപയോഗ സാധനങ്ങൾ ഒരു മാസത്തേക്ക് ഓരോരോ ഫാമിലിയും വാങ്ങുകയാണെങ്കിൽ 1,00,000 രൂപേന്റെ കച്ചവടം നടക്കാൻ ഒരു പ്രയാസമില്ല. 1,80,000 രൂപേന്റെ അടുത്ത് കച്ചവടം കൃത്യമായിട്ട് നടക്കും. അപ്പോ എന്തായാലും ഇതിനകത്ത് വേറെ ഒരു പ്രയാസമില്ല, സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകാന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇതിനകത്ത് നമ്മൾ ഏത് രീതിയിലേക്കുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാലും ഈ ബിസിനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം നമ്മളെ സഹായിക്കൂല. കാരണം ഒരു കുട്ടി പോലും ഈ അവസരത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷെ എന്തായാലും പിന്നെ ഭാഗ്യം കൊണ്ടോ ഏത് രീതിയിലായാലും എന്നെ സംബന്ധിച്ച് ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ റിലേറ്റീവ്സ് ഒന്നും 1 രൂപേന്റെ സാധനം വാങ്ങാതെ തന്നെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഏകദേശം 60 ലക്ഷത്തിന്റെ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ബിസിനസ് അവസരത്തിന്റെ മഹത്വം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിലൂടെ അല്ല ഈ ബിസിനസ് കടന്നു പോകും. ഇപ്പൊ കേരളത്തിനകത്തും പിന്നെ മംഗലാപുരത്തും ഒക്കെ ആയിട്ട് ഒരു പരിചയമില്ലാത്ത രീതിയിലേക്കുള്ള ആൾക്കാരിലൂടെ വളർന്നു വന്നിരിച്ചിട്ടാണ് ഏകദേശം 62 ലക്ഷം രൂപേന്റെ കച്ചവടം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വന്തമെന്ന് കരുതി ലിസ്റ്റ് ഇട്ട് തയ്യാറാക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ ഈ അവസരത്തിലേക്ക് കടന്നു വന്നോണം ഇല്ലെങ്കിലും ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നില്ലെങ്കിലും നാളെ നമുക്ക് വിജയം ഉറപ്പാണെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണ് ഞാൻ. ഈ റാങ്ക് മാറുന്നതും അത് ഒക്കെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ, അതായത് നമ്മളെ കുടുംബക്കാരുടെ മുന്നിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സംവിധാനം കൂടിയാണ്. കാരണം ആരും ഇല്ലെങ്കിലും നമ്മളെ സഹായിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും ഈ ഭൂമിയിൽ വേറെ ആൾക്കാരുണ്ടാവും എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ്. അപ്പോ അങ്ങനെ ഈ മേഖല ഏറ്റെടുത്ത് വളരെ ശക്തമായ രീതിയിലേക്ക് പിന്നെ മാറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഈ അവസരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലേക്ക് എതിർപ്പുണ്ടായിരുന്നു. കാരണം വൈഫാണ് പെട്ടെന്ന് അന്ന് ഐഡിയ അടിച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വിമുഖത പ്രകടിപ്പിച്ചത് എന്റെ ഭാര്യ തന്നെയായിരുന്നു. കാരണം എന്താണ്, നേരത്തെ ഒരു വലിയ സങ്കല്പത്തിലൂടെ വന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ വളരെ മോശമായി പോയതിന്റെ പേരിൽ തന്നെ ഇനി ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് അന്ന് ചവിട്ടി പിടിച്ചതിന്റെ ഒരു ചെറിയ പങ്ക് എന്റെ വൈഫിനുണ്ട്. പക്ഷെ തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം ഇന്ന് പിന്നെ എന്റെ വൈഫ് DTC റാങ്ക് ടച്ചിങ് ആണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. കാരണം നമ്മളെ ആദ്യം എതിർത്ത ആൾക്കാർ തന്നെ വീണ്ടും നമ്മളെ പിന്നെ അച്ചീവ്മെന്റ് കാണുന്ന സമയത്ത് ഇതിനകത്തേക്ക് കടന്നു വരുന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പോ ഇപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെയാണ് ഈ ബിസിനസ് അവസരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ പിന്നെ ഏത് രീതിയിലേക്കുള്ള നെഗറ്റീവുകൾ വന്നു കഴിഞ്ഞു വെച്ചാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലേക്ക് വിശ്വസിച്ചിട്ട് പിന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളം, കർണാടകം എന്ന് പറഞ്ഞത് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഈ ചെറിയ ചെറിയ രീതിയിലേക്ക് ആൾക്കാരുണ്ടെങ്കിലും മെയിൻ ആയിട്ട് കേരളവും കർണാടകമാണ് നമ്മളെ ഈ ബിസിനസ് അവസരം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർക്കില്ല. കാരണം പല ട്രെയിനേഴ്സും വന്നിട്ട് ട്രെയിനിങ് എടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതിനകത്ത് ചെറിയ രീതിയിലേക്കുള്ള നമ്മളെ വന്ന എക്സ്പീരിയൻസും ഇതിൽ വന്ന ആൾക്കാർക്കുള്ള ഓരോരോ അനുഭവങ്ങളും പറയുമ്പോഴാണല്ലോ കൂടുതൽ പ്രചോദനമായി മാറുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ രീതിയിലേക്ക് ഇങ്ങനെ പറയുന്നത്. ശരിക്കും ഈ ബിസിനസ് അവസരത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ചായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ശരി, ഈ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, നമുക്ക് ഓരോ റാങ്കും ചെറിയ ചെറിയ റാങ്കുകൾ നേടുന്ന ഒരു പുതുതായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഓരോരോ ചെറിയ റാങ്കുകൾ നേടുന്ന സമയത്തും തൊട്ടടുത്ത റാങ്കിനായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്നും അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ കടക്കണം എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആകർഷണം ഉണ്ടാകണം. കാരണം ഈ ബിസിനസ് അവസരത്തിൽ ഒരു ആകർഷണം എപ്പോഴും നമ്മളോട് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് മുന്നേറാൻ പറ്റുള്ളൂ. എഫക്ഷൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ എഫക്ഷൻ എന്ന് പറയുന്ന വാക്കിന് ആകർഷണം എന്ന് പറയുമ്പോൾ ഓരോ റാങ്കും ഒന്ന് നേടുമ്പോൾ തൊട്ടടുത്ത റാങ്കിലേക്ക് എനിക്ക് മാറണമെങ്കിൽ ഇനി എത്ര രൂപേന്റെ കച്ചവടം നടക്കും, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ആ രീതിയിലേക്ക് എപ്പോഴും ഒരു ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് വേഗം വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ റാങ്ക്, തുടക്കത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബ്രോൺസ് റാങ്ക് എത്തുകയാണെങ്കിൽ ആ ബ്രോൺസ് റാങ്ക് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത സിൽവർ റാങ്ക് എത്തിയ ആൾക്കാരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരേത് രീതിയിലേക്കാണ് മാറ്റങ്ങൾ ഉൾക്കൊണ്ടത് ഈ റാങ്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, അവരെ ഒരു ആകർഷണം ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട്. ആ രീതിയിലേക്കുള്ള ഒരു പ്രവണത ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ
ഈ ഇതിനകത്ത് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളെ തന്നെ മനസ്സുകൊണ്ട് ഒരു അപ്രൂവൽ എടുക്കുക എന്ന് പറയും. നമ്മളെ മനസ്സുകൊണ്ട് ഇതിനെ ഒരു സമ്മതം എടുക്കണം. ഈ ആർക്കോ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നതിലും മാറിയിട്ട് എനിക്ക് എന്റെ ജീവിതം സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് മറ്റാരും പറയുന്നതല്ല, ഞാൻ സ്വയം തന്നെ എന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ബിസിനസ് അവസരത്തിൽ ചെയ്യുന്നതെന്നും അത് പറ്റുമെന്ന് മനസ്സിനെ പഠിപ്പിക്കുകയും വേണം. കാരണം എനിക്ക് പറ്റും എന്നുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. കാരണം എന്താണ്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ ലീഡേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഈ പല ആൾക്കാരും പറയുന്ന കേൾക്കാം, 3, 4, 5 തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ അസോസിയേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും വരാൻ തയ്യാറാകുക. കാരണം എന്താ, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ ലീഡേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നലുള്ളതിനെ കൊണ്ടാണ് ആ രീതിയിലേക്ക് വരുന്നത്. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളതാണെന്ന് നമ്മൾ സ്വയം മനസ്സിൽ ഇതിലൊരു ഉറപ്പ് വരുത്തണം. അത് മനസ്സിനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാകുന്ന സമയത്താണ് നമുക്കിതിനകത്ത് വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഈ വിജയം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് മനസ്സിനെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അച്ചീവ്മെന്റ് ഓരോരോ നമ്മുടെ ടീമിൽ ഉണ്ടാകുന്ന ചെറിയ അത് നമ്മളെ സ്വന്തം ടീം അസോസിയേറ്റ് ആണെന്നില്ല, ഈ നമ്മളെ മൈ ലൈഫിൽ ഉണ്ടാക്കുന്ന ഓരോരുത്തരും നേട്ടം അത് നമ്മൾ ആസ്വദിക്കാൻ തയ്യാറാണ്. ഒരാളെ നേട്ടം നമ്മൾ എപ്പോഴാണ് അംഗീകരിക്കാൻ തയ്യാറാകുന്നത് ആ സമയത്താണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച് വിജയം നേടാൻ പറ്റുന്നത്. പല കമ്പനികൾ ഇവിടെ ബിസിനസ് അവസരമായിട്ട് വരുന്നുണ്ട്, പല MLM കമ്പനികൾ എന്ന് വെച്ചാൽ കൂടി മുളയ്ക്കും പോലെ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും എന്തുകൊണ്ട് അച്ചീവ്മെന്റ് നേടിയിട്ട് ഈ കമ്പനി മുന്നേറുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. കാരണം എല്ലാ കമ്പനികളും, നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കുറെ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ സമയം കൊണ്ട്, അതായത് 10 വർഷത്തിന്റെ 11 വർഷം കൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ കമ്പനി. മറ്റ് ഇന്ത്യൻ കമ്പനികളൊന്നും തന്നെ ഈ രീതിയിലേക്ക് പേയ്മെന്റ് തുടങ്ങിയ സമയത്ത് മുതൽ ഇന്ന് വരെ 1 രൂപ പോലും, കൊറോണ സമയത്ത് പോലും 1 രൂപ പോലും പെൻഡിങ് വെക്കാതെ നമ്മളെ ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തൊരു കമ്പനിയും നിലവിൽ സ്റ്റേബിളായി ഇനി എക്സ്പാൻഷനിലേക്ക് നടക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഓരോരോ പുതിയ രീതിയിലേക്കുള്ള നിങ്ങൾ വൺ സൈഡ് കച്ചവടം നടത്തി കഴിഞ്ഞാൽ വരുമാനം കിട്ടും, അല്ലെങ്കിൽ അത് ഈ രീതിയിലേക്കുള്ളതാണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കേണ്ട, മറ്റത് ഞങ്ങൾക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമ്പനികൾ വന്നാലും അത് ഈയാമ്പാറ്റകളെ പോലെ വന്ന് ഒന്ന് മിന്നി പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാന്ന് പറയുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് ആകർഷിക്കുക. ആ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ആദ്യം ലോട്ടറി പോലെയാണ്. ലോട്ടറി കിട്ടിയാൽ കിട്ടി, പോയാൽ പോയിട്ടുള്ളതിലേക്കാണ്. അതേപോലെ ഡെയിലി വരുമാനം തരാതൊക്കെ പറയുന്ന സമയത്ത് പലരെ ആകർഷിക്കെങ്കിലും ഈ കമ്പനിയും അതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനി വേൾഡ് വൈഡ് ആയിട്ട് നീങ്ങാൻ പോകുന്ന വേറൊരു കമ്പനി ഇന്നിപ്പോ ഇന്ത്യൻ മാർക്കറ്റിലില്ല. അതുകൊണ്ട് നമ്മൾ ഈ കമ്പനീന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തയ്യാറാവുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പേരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഈ മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഈ അവസരം തുടങ്ങുന്ന സമയത്ത് ഇതേ കമ്പനിയിൽ തന്നെ വരുന്നത്. പല കമ്പനിക്കാരും നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഈ കമ്പനി ഏറ്റെടുക്കാൻ കാരണം ആ മാനേജ്മെന്റിന്റെ ആ കമ്മിറ്റ്മെന്റും സ്ട്രെങ്ത്തുമാണ്. അപ്പോൾ ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നമ്മളെ ടീമിൽ ഉണ്ടാക്കുന്നത് അറിയുന്നതോടൊപ്പം തന്നെ കമ്പനി ഇനി വരാൻ പോകുന്ന വളർച്ചയെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാരണം ആരൊക്കെ തന്നെ എതിർത്താലും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റിൽ എല്ലാവരെയും ആകർഷിക്കും. കാരണം ഇനി യുവാക്കളെ ഏറ്റെടുക്കാൻ പോകുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആകർഷിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇതിന്റെ സ്റ്റെബിലിറ്റി, പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ത്യൻ കമ്പനിയിൽ ഇത്രയും പാരമ്പര്യമുള്ള 10-20 വർഷത്തിന്റെ മുകളിൽ പാരമ്പര്യം ഒരു കമ്പനിയും ഇല്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയാറുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അറിയുന്നവര് വാരിപ്പുണര്, അല്ലാത്തവര് എതിർക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ്. അപ്പൊ ആ ടെൻഡൻസി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു വെച്ചാൽ ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും കമ്പനീന്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇതെ വിട്ടുപോകാതെ തന്നെ നിന്ന് ബിസിനസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അതിന്റെ അറിവുകൾ ഉണ്ടാക്കാൻ നമ്മൾ മാക്സിമം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് പല രീതിയിലേക്ക് നമുക്ക് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ചെയ്യാന്ന്, അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ആക്കാമെന്നും, പിന്നെ നമ്മളെ അറിവ് ഓരോ ദിവസങ്ങളും വർദ്ധിപ്പിക്കാനും, ആ അറിവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ഉള്ളിലുള്ള ചില പോരായ്മകൾ മാറ്റാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ സൂം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അത് ആരൊക്കെ മുതലാക്കുന്നുണ്ടോ, രാവിലെ ഉപയോഗിച്ചിട്ട് ആരൊക്കെ മുതലാക്കുന്നുണ്ടോ അവർക്ക് തന്നെ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ട്. ഇനി ബിസിനസ് ആയാലും ജീവിതമായാലും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല രീതിയിലേക്കുള്ള ചെറിയ മാറ്റങ്ങൾ
നമ്മൾ കൊണ്ടുവരുന്ന സമയത്താണ് ഈ നമുക്ക് ഇതിനകത്ത് സക്സസ് ആകുന്നത്. പ്രോഡക്റ്റിനെ പറ്റിയിട്ടോ കമ്പനീന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടോ ഒക്കെ നമുക്ക് നല്ല ട്രെയിനിങ്ങിലൂടെ ഒക്കെ അറിവ് കിട്ടിയതുകൊണ്ട് ഒരു കുറച്ച് സാധാരണഗതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിലവിൽ നമ്മൾ ഏത് ബിസിനസ് ആയാലും നമുക്ക് വിജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ, അതായത് ഒരു സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും എനിക്കിത് പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ശരിക്കും ഇത് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റേണ്ട ശീലം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് സ്വയം മോശമായി ചിന്തിക്കാതിരിക്കുക. നമ്മളെപ്പോഴും ഉണ്ട് എനിക്ക് ഈ കഴിവില്ല, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വയസ്സായി പോയി, അതല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, അങ്ങനെയുള്ള സ്വയം നമ്മളെ കുറിച്ച് മോശമായി വിചാരിക്കുന്ന ആ ഒരു ചിന്താഗതി ഒഴിവാക്കുക. അതായത് ഞാനൊന്നും കൊള്ളാത്തവൻ, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്നുള്ള ആ ഒരു ചിന്താഗതി മനസ്സിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നല്ല എന്തിലും നമ്മൾ ജയിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വയം മോശമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതാക്കുക. അത് മനസ്സിൽ പലർക്കും വന്ന് കടന്നു പോകുന്നതാണ്. കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ ചെറിയൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും എന്നെക്കൊണ്ട് ഇത് കഴിയില്ല, മറ്റുള്ളവർക്കും ഇത് കഴിയുള്ളൂ, എനിക്കിത് കഴിവില്ല, എനിക്ക് കഴിവില്ല എന്നുള്ള ചിന്താഗതി ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഇതിനകത്ത് ഡെവലപ്പ് ആകാൻ പറ്റാത്തത്. ആ ചിന്താഗതി മാറ്റിയെടുക്കുന്നതോടുകൂടി തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഈ കൺസെപ്റ്റ് നല്ല എന്ത് കൺസെപ്റ്റ് നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ ഈ ബിസിനസ്സിൽ പലർക്കും വരുന്ന പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് കേട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് വളരെ ആവേശമായിരിക്കും. കാരണം 1 ഡേ ട്രെയിനിങ്ങോ 2 ഡേ ട്രെയിനിങ്ങോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആവേശമാണ്. അതിന്റെ ആ ഒരു ഇതിൽ 1 or 2 ദിവസം ഓടും. പിന്നെ രാവിലെ തന്നെ കുറച്ച് തണുപ്പുള്ള സമയത്തോ എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് കുറച്ച് ആൾക്കാരെ ലിസ്റ്റൊക്കെ വിളിച്ചു വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് അവിടെ വർക്കില്ല ഇവിടെ വർക്കില്ല എന്ന് പറയുന്നതോടുകൂടി നമ്മളെ ഇന്നൊരു മൂഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ അടങ്ങിയിരിക്കും. അതായത് നാളെ ആവട്ടെ, ഇന്നത്തെ പോകുന്ന ശനിയാഴ്ച, നാളെ ഇപ്പൊ ഞായറാഴ്ച അല്ല, നാളെ പോവാം, അങ്ങനെ ഇന്നൊരു മൂഡില്ല, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ആ ഒരു മാറ്റിവെക്കലുണ്ട്. ഈ മാറ്റിവെക്കലാണ് സക്സസിന്റെ ഏറ്റവും വിഘാതമായിട്ട് നിൽക്കുന്നത്. നമ്മളെ വിജയത്തിന്റെ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ നാളേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്. അത് എന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതോ അന്നോടുകൂടി ഉള്ളൂ നമുക്ക് ശരിക്കും വളർച്ച തുടങ്ങുന്നത്. ഏത് കാര്യത്തിലും ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം ചെയ്യാന്നുള്ളത് നമ്മളെ ലീഡേഴ്സൊക്കെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ഓരോരോ കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം ചെയ്യാന്നും ഇന്ന് വൈകുന്നേരത്തെ അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്ത് തീർക്കാന്നുള്ളതിലേക്കുള്ള ആൾക്കാരാണ് നമ്മൾ സക്സസ് ആവുക. അപ്പൊ അധികം ആൾക്കും ഈ ബിസിനസ്സിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ ഉഷാറാവും, പിന്നെ വീണ്ടും ഇന്ന് രാവിലെ എണീച്ചിട്ട് മൂഡ് ചെയ്യില്ല. അത് ചെറിയ ചെറിയ പ്രയാസങ്ങളായിരിക്കും, വീട്ടിലുള്ളതോ ഏതെങ്കിലും രീതിയിലേക്കുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ കൊണ്ട് മൂഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നാളേക്ക് മാറ്റി വെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിനകത്ത് സക്സസ് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സംഗതി മാറുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിട്ട് വിജയം എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ആർക്ക് ഏത് രീതിയിൽ വിജയം ഉണ്ടായാലും നമുക്ക് അവരോട് ഒരു അസൂയ തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരേ സമയത്ത് ബിസിനസ് തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഇന്ന് ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് കയറി കുറച്ച് കഴിഞ്ഞ് ഇതില് അവരെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ടീമിൽ നല്ല ആൾക്കാരെത്തിയതിന്റെ പേരിൽ അവരുടെ റാങ്ക് പെട്ടെന്ന് കയറി പോവുകയും നമ്മുടെ റാങ്ക് ആ ലെവലിൽ തന്നെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. ആ ടെൻഡൻസി മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ സത്യസന്ധമായ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതായത് അസൂയ, കുശുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത ആളായി മാറുന്ന സമയത്താണ് നമ്മൾ പെട്ടെന്ന് സക്സസിലേക്ക് എത്തുക. കാരണം മറ്റുള്ളവർക്ക് ഏത് നന്മ ഉണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുന്ന സമയത്തിലാണ് നമ്മളിലേക്ക് നന്മ എത്തിച്ചേരുക എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മളോടൊപ്പമുള്ള ആൾക്കാരായാലും വേറെ ടീമിലുള്ളതായാലും അവർ ബിസിനസ് ചെയ്തിട്ട് മുന്നേറുന്ന സമയത്ത് അവരോട് അസൂയ, കുശുമ്പ് ഈ രീതിയിലേക്കുള്ള ടെൻഡൻസി നമ്മൾ മാറ്റിയാൽ തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരും. പിന്നെ ഈ എന്ത് പറയുന്ന സമയത്തും നമ്മൾ പൊതുവെ വരുന്നൊരു സംഭവമുണ്ട്, ആർക്കായാലും വരുന്നതാണ് നമ്മളാണ് ശരി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പറ്റും. കാരണം ഒരു കാര്യത്തിൽ തർക്കിക്കാൻ വരികയാണെങ്കിൽ ഒരു ബിസിനസിന്റെ അവസരം പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ചില സമയത്ത് നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, നമ്മളാണ് ശരി, അതായത് മറ്റുള്ളവരല്ല, ഞാനാണ് ശരി, കുഴപ്പക്കാരും മുഴുവൻ മറ്റുള്ളവരാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ എത്താറുണ്ട്. പക്ഷെ അത് ആ ഒരു നമ്മൾ ശരിയാണെന്നുള്ള ആ വാശി പിടിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ സക്സസിലേക്ക് എത്തിച്ചേരുള്ളൂ. പിന്നെ മറ്റുള്ള ആൾക്കാർ നമ്മളെ ടീം ഇത് ഒരു കുടുംബങ്ങളായിട്ടാണ് നമ്മളെ സംബന്ധിച്ച് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രത്യേകിച്ചും ഒരു ഫാമിലിയാണ്. MLM ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഫാമിലി ബിസിനസ് ആയാണ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിനെ പോലെ ഒരു ഫാമിലി പോലെ ടീം നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന വേറെ ഒരു കമ്പനി ഒന്നും ഇന്ത്യൻ മാർക്കറ്റിലില്ല.
അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിക്കാം. നമ്മളെ അതിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ വാക്കിന് അന്വർത്ഥമാകുന്ന ഒരു ലീഡർ തന്നെയാണ് നമ്മളെ ഉമർ ഉസ്താദ്. എല്ലാവരിലും നന്മ ചൊരിയാൻ വേണ്ടിയിട്ട്, അല്ലെ ബിസിനസ് അവസരം വളർത്താൻ വേണ്ടിയിട്ട് ഓരോരോ ദിവസവും ഈ നമ്മളെ ഓരോരുത്തരുടെ നിന്ന് കിട്ടുന്ന അറിവുകളും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് എല്ലാ ടീമിനും, മൈ ലൈഫ് കുടുംബാംഗങ്ങൾക്കും മുഴുവൻ ഷെയർ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഉമർ ഉസ്താദിന്റെ ആ സ്നേഹപ്രകടനങ്ങൾ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയം എത്രയും ഫാസ്റ്റ് ആയിട്ട് മാറിയത്. അങ്ങനെ ആ രീതിയിലേക്കുള്ള ആൾക്കാരെ നമ്മൾ മാതൃകയാക്കി നമ്മളെ ടീമിലുള്ളവരെ, മറ്റുള്ളവരെ ഒരുപോലെ സ്നേഹിക്കാൻ തയ്യാറായി കഴിഞ്ഞെന്ന് വെച്ചാല് നമുക്ക് വിജയം ഉറപ്പാണെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ഈ ബിസിനസ് ആയാലും ഏത് ബിസിനസ് ആയാലും നമ്മൾ വാക്ക് പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ അത് പാലിക്കാൻ പറ്റണം. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരോ ടീമില് ചെറിയ ചെറിയ കോണ്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കാര്യം എന്ത് പറയുകയാണെങ്കിലും അത് ആ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കണം. നമ്മളെ ബിസിനസ് പരമായിട്ടായാലും അല്ലാത്ത രീതിയിലും നമ്മൾ വാക്ക് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയണം. കാരണം എന്താ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റണം. അപ്പൊ ചെറിയ ചെറിയ കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഇതിനകത്ത് എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലരും നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്താം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എത്താൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കോണ്ടക്ട് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായ സമയത്ത് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പാലിക്കുന്നത് നമ്മളെ ലൈഫിലും ബിസിനസ്സിലും ഒക്കെ തന്നെ നമ്മളെ സക്സസ് ആക്കി മാറ്റാൻ വേണ്ടി സഹായിക്കും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. ഈ ഒരു ബിസിനസ്സിൽ പിന്നെ ക്വാളിഫിക്കേഷൻ വേണ്ട, ആ രീതിയിൽ പ്രായപരിധിയില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതേ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ വരിക. ഞാനിപ്പം വലിയൊരു ഏതെങ്കിലും വലിയൊരു കളക്ടർ ആണെങ്കിൽ, ഒരു ഡോക്ടർ ആണെങ്കിൽ തന്നെ എന്നെ ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവരുന്ന ആള് സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിക്കൂടാകില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഡോക്ടർ ആണല്ലോ, അയാള് എന്നെ പഠിപ്പിക്കാൻ ആരാന്നുള്ള രീതിയിലേക്ക് ആ ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സക്സസ് ആവില്ല. വരുന്ന നമ്മളെ ഈ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യിക്കുന്ന ആരാണോ നമ്മുടെ സ്പോൺസർ, ആ വ്യക്തിന്റെ യാതൊരുവിധ മാനദണ്ഡവും നമ്മൾ നോക്കേണ്ടതില്ല. അവരാണ് നമ്മുടെ അപ്ലൈൻ ലീഡർ. അതായത് ഈ ദൈവികമായ ഈ ബിസിനസ് അവസരം തന്നെ അവരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിലായാലും, ഏത് ലീഡേഴ്സ് ആയാലും, നമ്മളെക്കാട്ടും ഉയർന്ന റാങ്കിലുള്ള ആൾക്കാർ, നമ്മളെക്കാട്ടും പ്രായം കുറഞ്ഞ ആൾക്കാരായാലും, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായാലും, അവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നതോടുകൂടി തന്നെ നമ്മളെ വിജയം തുടങ്ങിയെന്നാണ് പറയാം. അതായത് ഏത് നമുക്ക് നമ്മുടെ അസോസിയേറ്റ്സ് ആയാലും മറ്റുള്ളവരായാലും, കാരണം നമ്മളൊരു 10-50 വയസ്സുള്ള ആളാണെങ്കിൽ ഒരു 18-19 വയസ്സുള്ള ആളായിരിക്കും നമ്മുടെ ലീഡർ. പക്ഷെ അവനെന്ത് എന്നെ പഠിപ്പിക്കാന്നുള്ള ഇതിലേക്കുള്ള ചിന്താഗതി ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും തന്നെ ഇതിനകത്ത് സക്സസ്. മറ്റു മേഖലയിൽ ചിലരും വിജയിച്ചുകൂടായില്ല. പക്ഷെ ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സ്പോൺസർ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് എന്ത് പറയുന്നതോ അത് അവരെ യോഗ്യത നോക്കാതെ തന്നെ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആണ് നമ്മളെ വിജയം നമ്മളോടൊപ്പം എത്തിച്ചേരുക. അതല്ലാതെ വേറെ ഒരു ഇതുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങള് ചെറിയ രീതിയിലേക്കുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പം വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം നമ്മളതായ ഇഷ്ടങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് നമ്മളെ ടീമിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലർ നമ്മൾ കുറെ മാറേണ്ടി വരും. നമ്മളെല്ലാവരും ഒരേ രീതിയിലേക്കുള്ള മൈൻഡിലല്ല ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരാം. വന്നതിന് ശേഷം മാറി ട്രെയിനിങ്ങിലൂടെ ഒക്കെ മാറി വരുന്നതാണല്ലോ. അപ്പൊ നമ്മളെ ഇഷ്ടങ്ങൾക്ക് തന്നെ മുറുക്ക പിടിക്കാതെ ടീമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ഇതിലുള്ള ഇത്. പിന്നെ എന്ത് തന്നെ ആയാലും നമ്മൾ ഏത് ട്രെയിനിങ്ങിന് പോയാലും എത്ര മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് എന്റെ പുറത്തുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സമയപരിധി ഉണ്ടാവും. അപ്പം ബെനിസാറൊക്കെ ഫുൾ ചാർജുള്ള ഒരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തന്നെ പോയിട്ട് ബിസിനസ് ചെയ്യണം തോന്നും. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ചാർജ് അങ്ങ് ചെയ്യും. അപ്പോ നമുക്ക് വേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള മോട്ടിവേഷനേക്കാൾ ഉപരി നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ ആണ് ഈ ഏത് കാര്യത്തിലായാലും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ ഉമർ ഉസ്താദിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കേട്ടി അന്നേരം മണിക്കൂറുകളോ അല്ലെങ്കിൽ ചെറിയ സമയങ്ങളിൽ മാത്രം ആളുണ്ടാവുള്ളൂ. ആ മോട്ടിവേഷൻ നിലനിർത്തണമെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് സക്സസ് ആണെന്നും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ,
വലിയ രീതിയിലേക്ക് നേട്ടങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു വരില്ല. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടർച്ചയായി ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റത്തിൽ എത്തിപ്പെടാൻ നടക്കുന്നതാണ്. അതായത് നമ്മളെ ശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡിലല്ല ബിസിനസ് അവസ്ഥയിൽ വരാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പെട്ടെന്ന് ഇപ്പം വേറൊരു ലീഡേഴ്സിനെ നോക്കിയിട്ട് ഉമർസ്ഥാദ് എത്രയോ പെട്ടെന്ന് NT ചെയ്യാൻ വിചാരിച്ചിട്ട് എല്ലാവർക്കും അതുപോലെ ആകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെ സ്വയം ഉണ്ടാക്കാൻ, അത് തുടർച്ചയായി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡസ്ട്രി നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾക്ക് മുമ്പേ വന്ന ശ്രീധരൻ സാർ മുതലുള്ള ആൾക്കാരുണ്ട്. കാരണം വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ശ്രീധരൻ സാർ മുതൽ ഇന്നിപ്പോ ITC ആയ പല വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിലും അവരിൽ ഉണ്ടാക്കിയ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അവരെ ഈ വലിയ നേട്ടത്തിലേക്കും, അത് മാത്രമല്ല ഇനി ഒരു തലമുറ ഒന്നും രണ്ടും തലമുറ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് ആയി മാറിയത് എങ്ങനെയാന്ന് വെച്ചാല് പെട്ടെന്നുണ്ടാകാൻ മാറ്റമല്ല, ചെറിയ മാറ്റങ്ങൾ നമ്മളിൽ തന്നെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന സമയത്താണ് അത് ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് എത്തിച്ച് മാറുന്നത്. പിന്നെ മടി നേരത്തെ തന്നെ നമ്മൾ ഇന്നത്തെ നാളേക്ക് മാറ്റി വെക്കാന്നുള്ള രീതിയിലേക്കുള്ള മടികൾ ഉണ്ടല്ലോ, അത് ഒഴിവായി കഴിഞ്ഞെന്ന് വെച്ചാല് നമ്മൾ സക്സസ് ആയി. ശരിക്കും നമ്മൾ ഈ മോട്ടിവേഷൻ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവർ ഓരോരുത്തരും പറയുന്നുണ്ട് മനുഷ്യന്റെ കഴിവ് 20% പുറത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം കംപ്ലീറ്റ് അല്ല, വെറും 20% നമ്മൾ മാറാൻ ഉള്ളോട്ട് എടുത്തിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ലോകത്തിൽ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ മനസ്സിലാകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 1% പോലും പുറത്തെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നിലവിലുള്ളതിന്റെ മുകളിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാന്നല്ലാതെ നമ്മള് പവർ പുറത്തേക്ക് എടുത്തിട്ട് മറ്റുള്ള സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ കൊണ്ടാണ് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ആളോട് സംസാരിച്ച സമയത്ത് അവരെ ആരോഗ്യം നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ വെൽനസ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് നമ്മളെ ആരോഗ്യം നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. കാരണം ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടണമെങ്കിൽ നമ്മളത് ആരോഗ്യമാണല്ലോ. ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്നറിയും. അത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മനസ്സിലാക്കേണ്ട കാരണം പ്രോഡക്റ്റുകൾ നമ്മളെ വീട്ടിൽ ഇഷ്ടമായി വാങ്ങിക്കൊണ്ടിരിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുക നമ്മളെ ഫാമിലിയിൽ കൊടുക്കുകയോ ചെയ്യാത്ത പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ ശരീരം കൃത്യമായിട്ട് ശ്രദ്ധിക്കാന്നുള്ള രീതിയിലേക്ക് ആരൊക്കെ മാറുന്നുണ്ടോ അവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ ആരോഗ്യം നോക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ ആരോഗ്യം നോക്കി അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം സൗഹൃദങ്ങൾ ഓരോരോ ദിവസങ്ങളും പുതുതായിട്ട് ഉണ്ടാക്കി തീർക്കാവുന്നതാണ്. ശരിക്കൊരു മനുഷ്യന് സക്സസ് ആണെങ്കിൽ നിലവിൽ എത്ര ആൾക്കാരുമായിട്ടാണോ കൂട്ടുകെട്ടുള്ളത് അതിൽ നിന്നും ഓരോ ദിവസങ്ങളിലും നമ്മൾ അടുത്ത ഓരോരോ ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സൗഹൃദം ഉണ്ടാക്കാൻ വളർത്തുന്നത് ആരൊക്കെയാണോ അവരെ ആയിട്ട് പിന്നെ സൗഹൃദം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വളർച്ച വരിക. അത് ബിസിനസ് അവസരത്തിലായാലും അല്ലാത്തതായാലും. കാരണം നമ്മളെ ഓരോരോ പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിന് തരണം ചെയ്യുന്ന സൗഹൃദങ്ങൾ അത്യാവശ്യമാണ്. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ പല രീതിയിലേക്ക് ആൾക്കാരുണ്ടാവും. നമ്മൾ ഇന്ന് വരെ എങ്ങനെയാണോ നടന്നത് അതിൽ നിന്നും മാറി സൗഹൃദങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കുള്ളൂ. കാരണം നമുക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് നമുക്കൊരു 10 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ 1-2 ആളോ ഉണ്ടാവുള്ളൂ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് നമ്മളോട് സൗഹൃദം കൂടുന്ന ആൾക്കാർ. ആ ഒരു സൗഹൃദ വലയത്തിനെ തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കാരണം എന്താ, നമ്മളെ ഇന്ന് വരെ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വന്നു കഴിയുന്നതിന്റെ മുമ്പ് പല രീതിയിലേക്കുള്ള ബന്ധങ്ങൾ നമ്മളുണ്ടാവും. അവരൊക്കെ തന്നെ പല കാര്യങ്ങളും വരുന്ന സമയത്താണ് നമ്മളെ ആരാണ് അല്ലെങ്കിൽ നമ്മളെ സൗഹൃദം ഇഷ്ടപ്പെടുന്നത് ആരാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹായിക്കുന്നത് ആരാന്നുള്ളത് തിരിച്ചറിവുണ്ടാക്കി അവരിലേക്ക് മാത്രം സൗഹൃദങ്ങൾ നിലനിർത്തുന്ന സമയത്താണ് നമുക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കാൻ പറ്റും. അതല്ലാതെ നിലവിൽ എല്ലാ രീതിയിലേക്കുള്ള കമ്പനിക്കാരുണ്ട് അവരെപ്പോഴും തന്നെ അതേ രീതിയിൽ കമ്പനി ബേസിൽ ഇങ്ങനെ നടന്നുകൊണ്ട് കഴിഞ്ഞു വെച്ചാൽ അവരിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മളോട് അങ്ങോട്ട് ഊറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാന്നുള്ള രീതിയിൽ മാത്രമാവും. അത് മാറിയിട്ട് നമ്മളെ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന സൗഹൃദ വലയത്തിലേക്ക് മാറി ആ സൗഹൃദ വലയം ഓരോരോ ദിവസവും കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൈ ലൈഫിൽ വന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് ടീം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ മുഴുവൻ നമ്മളെ ഫാമിലി ആണെന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലേക്ക് നിലവിൽ നല്ല രീതിയിലേക്കുള്ള ഉപദേശങ്ങൾ തരാനും അതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ സഹായിച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ പിന്നെ ഈ മൈ ലൈഫ് കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള സൗഹൃദമാണ് എന്റെ അസോസിയേഷനേക്കാൾ ഉപരി ഞാൻ അവരായിട്ടുള്ള സൗഹൃദങ്ങൾ പങ്കിടുന്നതിലും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കലും
ക്ലോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ അല്ലാതെ തന്നെ സൗഹൃദ നിലയിൽ എല്ലാവരും എടുത്തുന്നു എന്തറിവിനും ഞാൻ അവരുടെ അടുത്തേക്ക് ബന്ധപ്പെടാറുണ്ട്. അത് തന്നെയാണ് എന്റെ ഈ ബിസിനസ് അവസരത്തെ നിർത്തുന്നത്. കാരണം നല്ല രീതിയിലേക്ക് അറിവുകൾ തരാനും അവർക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ വിജയിക്കട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റിലുള്ള മനസ്സുള്ളവരാണ് പൊതുവെ ഇതിനകത്ത് വിജയിച്ച് കാണുന്നത്. അല്ലാത്ത രീതിയിൽ ആൾക്കാർ ഐഡിയ അടിക്കും, സാധനം വാങ്ങും, ആ രീതിയിലേക്ക് നിൽക്കാന്നല്ലാതെ മറ്റുള്ളവർ വളരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ആരൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ അവരൊക്കെ സക്സസ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സക്സസ് ആകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. പിന്നെ സൗഹൃദ വലയത്തിൽ നിന്ന് ചിലവർക്കൊക്കെ ഭേദിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. കാരണം ഇത്രയും കാലം 10-30 വർഷമായിട്ട് എന്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് നടന്നാൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറ്റിയേ മതിയാവുന്നുള്ളതാണ് നമ്മൾ. പിന്നെ നിലവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് കഴിയൂല. നമ്മൾ നമ്മളെ തന്നെ, കാരണം നമ്മുടെ ഇന്നലകളെ ഇന്നുമായി താരതമ്യപ്പെടുത്താൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞു പോയ ഇന്നലകളും ഇന്നുമായിട്ടുള്ള ഒരു താരതമ്യം നമ്മൾ നടത്തിയിട്ട് ഇന്നലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ജീവിക്കാൻ കഴിയാന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അത് മറന്നുകൊണ്ട് ചെയ്യാനല്ല, ആ കാര്യങ്ങളിലൂടെ നമ്മൾ പാഠങ്ങൾ പഠിക്കുകയും ഇന്നത്തെ ദിവസത്തിനായി ജീവിക്കുകയും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പലരും അതല്ല, പലരും എങ്ങനെയാന്ന് വെച്ചാൽ നാളേക്ക് വേണ്ടി മാത്രം ജീവിക്കാന്നുള്ള രീതിയിലേക്കുള്ള കൺസെപ്റ്റ്. ഇന്നത്തെ മറന്നുകൊണ്ട് നാളെ ജീവിക്കാൻ, നാളേക്ക് വേണ്ടി എന്നുള്ളതാണ്. നാളേക്ക് വേണ്ടി വേണം, പക്ഷെ ഇന്നത്തത് കഴിഞ്ഞത് കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി ഇന്ന് ജീവിച്ച് അതിന്റെ ഭാഗമായിട്ട് നാളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് നടത്തുന്നതൊക്കെ നമ്മുടെ നല്ല ലൈഫ് കൊണ്ടുവരാനാണെങ്കിലും മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയാന്നുള്ള രീതിയിലേക്കുള്ള ടെൻഡൻസി പലർക്കും എല്ലാവരെയും പരാതികൾ അല്ലെങ്കിൽ പോരായ്മകൾ പറയുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ പോരായ്മകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാന്നല്ലാതെ മറ്റുള്ളവരുടെ പോരായ്മ വേറൊരാളോട് പറയാന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്താഗതി നമ്മൾ എന്ന് മാറ്റിയെടുക്കുന്നതോ അന്ന് മാത്രമേ ഉള്ളൂ. കുറ്റങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷെ അത് അവരെ വ്യക്തിപരമായിട്ട് അവർക്ക് മനസ്സിന് പോറലേൽക്കാത്ത രീതിയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ കുറ്റങ്ങൾ ടീമിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലോ ശ്രദ്ധയിച്ചിട്ട് പറയാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് നോ പറയേണ്ടി വരും. കാരണം പിന്നെ നമ്മളെക്കാളും പ്രായമുള്ള ആളായിരിക്കും നമ്മളെ ടീമിൽ വരുന്നത്. പക്ഷെ അവര് എങ്ങനെ എന്ത് വിചാരിക്കും ആ രീതിയിലേക്കുള്ള പ്രയാസങ്ങൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ നോ പറയാതിരിക്കുന്നത് ഉള്ളൊരു കൺസെപ്റ്റ്. ഞാൻ എങ്ങനെ അവരോട് അങ്ങനെ പറ്റൂലെന്ന് പറയാം. പക്ഷെ ലൈഫിൽ നമ്മൾ നോ പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ സത്യത്തിൽ വിജയിക്കുള്ളൂ. നമ്മുടെ ജീവിത വിജയം എന്ന് പറഞ്ഞു വെച്ചാൽ നോ പറയാൻ പഠിക്കുന്നത്, നോ പറയേണ്ട കാര്യം ആ സമയത്ത് തന്നെ നോ പറയാൻ പഠിക്കാവുന്നതാണ്. അപ്പം ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ വലിയ രീതിയിലേക്ക് ഒന്നുമില്ല. അത്യാവശ്യം എല്ലാ ട്രെയിനിങ്ങും കിട്ടിയ ആൾക്കാരുടെ ഇതിലേക്ക് ഉസ്താദ് എന്നെ ക്ഷണിച്ച സമയത്ത് ഞാൻ ഈ അവസരം പിന്നെ നോ പറയാൻ പറ്റൂല. കാരണം എന്താ, നോ പറയേണ്ടതിൽ നോ പറയാം, പക്ഷെ ഇതിന് നോ പറയാൻ പറ്റാത്ത കാരണം എന്റെ ഒരു ഗുരുതുല്യനായ പിന്നെ ഉസ്താദ് ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ഏറ്റെടുക്കാനുള്ളത് കടമ എന്റേതാണ്. അതുകൊണ്ട് മാത്രം ഒന്ന് രാവിലെ ഈ അവസരത്തിലേക്ക് കടന്നു വന്നതാണ്. എന്തായാലും പിന്നെ ഈ ജീവിതത്തിൽ നമ്മൾ പല രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവസരം മനസ്സിലാക്കി വന്നതാണെങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. അതിൽ നോ പറയുന്നതോടൊപ്പം തന്നെ ഉമർ ഉസ്താദ് ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, സത്യം പറയാൻ പഠിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ എത്രത്തോളം ലൈഫിൽ സത്യം പറയാനുള്ള ടെൻഡൻസി കൂടുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ജീവിത വിജയം. അപ്പൊ പരമാവധി സത്യം പറയാൻ പഠിക്കുകയും അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് അത് പറഞ്ഞ് മനസ്സിലാക്കുകയും, കാരണം സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പലരും മരുന്നാണെന്നുള്ള കൺസെപ്റ്റിലും പല രീതിയിലേക്ക് ഇത് ബിസിനസ് ചെയ്യും. പിന്നെ ക്യാൻസർ നുള്ളിയെടുത്താലും അല്ലെങ്കിൽ സ്റ്റോണ് പെട്ടെന്ന് പൊടിഞ്ഞു, ഇങ്ങനെ പല രീതിയിലേക്കുള്ള പ്രലോഭനങ്ങൾ നടത്തി ഒരു സെയിൽസിന് വേണ്ടി നടത്താനുള്ള ടെൻഡൻസി പല ടീമും ചെയ്യുന്നുണ്ട്. നമ്മളെ ടീമല്ല, പലരും ചെയ്യുന്നത് നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് പിന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഇപ്പൊ 6:45 സമയമായി. ഈ സമയത്തും കടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഈ മോർണിംഗ് മീറ്റിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടും കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഉറങ്ങി തീർക്കാനുള്ളതല്ല ജന്മം, ഉണർന്നിരിക്കാനുള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കണം. കാരണം ഉറങ്ങാൻ നമുക്ക് ബിജിത്താർ എപ്പോഴും ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, പിന്നെ ഭൂമിയിൽ പരിശ്രമിക്കാനുള്ളതാണ്, വിശ്രമം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലാണ്. അപ്പോ ആ ഒരു അന്വർത്ഥമാക്കുന്ന വാക്ക് നമ്മളെല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനുള്ള ദിവസമായിട്ട് ഇന്ന് മാറണം. നമ്മളെ രത്തൻ ടാറ്റ ഈ അടുത്ത് വിടവാങ്ങിയ പിന്നെ ബിസിനസ് സാമ്രാട്ടായ നമ്മൾ ഇന്ത്യയിൽ അല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന പിന്നെ ഒരു മനുഷ്യത്തിലേക്ക് മാത്രമല്ല സർവ്വ ചരാചരങ്ങളേക്കും വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ രത്തൻ ടാറ്റ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കഠിനമായ പാതകളും അവസാനിക്കുന്നത് മനോഹരമായ ഒരു ലക്ഷ്യസ്ഥാനങ്ങളിലായിരിക്കും. അതായത് നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും നമുക്ക് വലിയൊരു ഭാവി, ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും രീതിയിലേക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വലിയൊരു സാമ്രാജ്യം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൈ ലൈഫ് ടൈം മാർക്കറ്റിംഗ് കമ്പനി. അതുകൊണ്ട് ആ സാമ്രാജ്യത്തിന്റെ ഉടമകളായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന്